മഹേഷ്, സർപ്രൈസ്. ജീവിതം തന്നെ ഒരു സർപ്രൈസ് അല്ലേ? എന്താ ഷർട്ടൊക്കെ ഇടാണ്ട് കിടക്കുക? എന്തെങ്കിലും പരിപാടിയാണോ? ആ ശരി. ഓക്കെ ഓക്കെ. എവിടെയാ വീട്? എവിടെ? കിളിമാനൂർ. ഓക്കെ. അപ്പൊ കിളിമാനൂർ എന്ന് പറയുമ്പോ തിരുവനന്തപുരം. എന്ത് ചെയ്യുന്നു? ഞാൻ പോലീസിലാണ്. അത് ശരി. കണ്ടറിയാം ശരീരം, കട്ടമീശയും ശരീരം കണ്ടറിയാം. പോലീസായതുകൊണ്ട് ഇനിയിപ്പോ കാശ് തരാണ്ടിരിക്കാനും പറ്റില്ലല്ലോ. പോലീസിനും 10 ലക്ഷം രൂപ അടിച്ചിരിക്കുകയാണ്. എവിടുന്നാ വാങ്ങിയ പോച്ചേറ്റി? എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് രമ്യ എന്ന് പറയുന്നത്, പുള്ളിക്കാരിയുടെ ഞാൻ മേടിച്ചത്. അപ്പൊ ഫിജി കാട്ട് വഴിയാവും അല്ലേ? അതെ അതെ, ഫിജി കാട്ട് വഴി. 1390 മറ്റൊരു കിറ്റ് അല്ലേ? സോപ്പ്, ക്ലീനിങ് പ്രോഡക്റ്റ്, അങ്ങനത്തെ കുറെ സാധനങ്ങൾ, 6-7 സാധനങ്ങളൊക്കെ ആയിട്ടുള്ള കിറ്റ്. അപ്പൊ സമയം ഇനി പോലീസ് പണി നിർത്തണ്ട കേട്ടോ. പോലീസ് പണി നിർത്തി എന്നെ പോലെ കച്ചവടക്കാരനാവണ്ട. ഏത് സ്റ്റേഷനിലാ വർക്ക് ചെയ്യുന്നത്? ഞാൻ സ്റ്റേഷനല്ല, സ്പെഷ്യൽ യൂണിറ്റ് ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി പേഴ്സൺ പറയും. ശരി. തിരുവനന്തപുരം? അതെ, തിരുവനന്തപുരം. എന്റെ ഹെഡ് ഓഫീസിലാണ്. ശരി ശരി. ആരൊക്കെ ഉണ്ട് വീട്ടില്? ഞാനുണ്ട്, വൈഫുണ്ട്, അച്ഛനും അമ്മയുണ്ട്. പിള്ളേരൊന്നും ആയില്ലേ? ഇല്ലല്ല, ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ട് ഇപ്പോ ജസ്റ്റ്. വീട്ടില് ഡ്യൂട്ടി ഇല്ലേ? പുറത്തു മാത്രമാണോ ഡ്യൂട്ടി? അച്ഛനമ്മയൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു, എല്ലാവരും സുഖമായിട്ട്. അച്ഛൻ എന്നാ ചെയ്യുന്നേ? സുഖല്ലേ? കുഴപ്പമൊന്നുമില്ല. അച്ഛനായിരുന്നു, ഇപ്പൊ അവിടുത്തെ പണിയെല്ലാം കഴിഞ്ഞിട്ട് ആണോ? ശരി. ഓക്കെ. അപ്പൊ നിങ്ങളുടെ വീട്ടിലാണ് ഇപ്പൊ ഉള്ളത് അല്ലേ? വൈഫ് ഹൗസിലാണോ? എനിക്ക് തോന്നി നിങ്ങളുടെ വീട്ടിലല്ലാന്ന്. കിടപ്പ് കണ്ടപ്പോ തോന്നി വൈഫ് ഹൗസിലാണെന്ന്. നമ്മളീ സ്വന്തം വീട്ടിൽ കിടക്കണ വൈഫ് ഹൗസിൽ ചെല്ലുന്നുള്ള കിടപ്പിനൊരു വ്യത്യാസം കാണുക ഇല്ലേ? ഞാൻ എത്ര കറക്റ്റ് ആയിട്ട് പറഞ്ഞു? എനിക്ക് അങ്ങനെ ചോദിക്കാൻ തോന്നി. ഞാനിപ്പോ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാനിപ്പോ വന്നതേ ഉള്ളൂ. അപ്പൊ വൈഫ് ഹൗസ് ആണ് അടുത്തുള്ളതേ. ഞാൻ നേരെ വൈഫ് ഹൗസിന്റെ വീട്ടിൽ കയറി. വൈഫ് എന്ത് ചെയ്യുന്നു? പോലീസ് തന്നെയാണോ? പഠിക്കുകയാണ്. ഇനി എന്താ ചെയ്യാൻ പോണേ 10 ലക്ഷം? അയ്യോ, എന്ത് ചെയ്യാനാന്നോ? എന്ത് ചെയ്യാനാന്നോ? ഐഡിയകള് ഞാൻ പറഞ്ഞുതരാം. ആവശ്യമില്ലെങ്കില് പൈസ. അല്ല, അങ്ങനെയല്ല, അത്യാവശ്യമില്ലെങ്കില്. സംസാരിക്കാൻ സാധിച്ചതിൽ സന്തോഷം. ഹാപ്പിയാണോ? ഒരുമിച്ച് പൊട്ടിയില്ലേ? അപ്പൊ നമ്മള് അറിയിക്കാം എന്നാണ്. ഞാൻ തിരക്കായതുകൊണ്ട് ഇപ്പൊ ഒരാഴ്ചത്തെ ഡെയിലിയുള്ള 10 ലക്ഷം കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഒരുമിച്ച് ഒരാഴ്ച 2 ആഴ്ച കൂടുമ്പോഴാണ് എല്ലാവരും വിളിക്കുന്നത്. അങ്ങനെ വിളിച്ചിട്ട് ഒന്നായിട്ട് കൊടുക്കുക. സൗകര്യമുള്ള ആ സമയം നോക്കിയിട്ട് എല്ലാവരും വിളിച്ച് പറയുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ ഓക്കെ, നൈസ് ടോക്കിംഗ്, നൈസ് മീറ്റ് യു. കാണാം, വരുമ്പോ കാണാം. ബൈ ബൈ. അപ്പൊ ചായ കുടിക്കൂ, പോലീസും കോടീശ്വരനാകൂ. ലവ് യു എവറിബഡി.